ഹലോ ഹായ് നമസ്കാരം, റഷീദ് തായലാർ. ഗോഡക്സിൻ്റെ X2T എന്ന ഒരു ട്രിഗർ കാനൺ ഫ്ലാഷുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. കാനൺ ആയാലും നിക്കോൺ ആയാലും ഏതായാലും നിങ്ങൾക്ക് അത് ഈ ഒരു ട്രിഗറുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് കാനൺ 5D Mark III X2T ട്രിഗർ, ഗോഡക്സിൻ്റെ തന്നെ 685 എന്നുള്ള ഫ്ലാഷുകളുണ്ട്, അതുപോലെ കാനണിൻ്റെ 430EX2 എന്നുള്ള ഒരു ഫ്ലാഷ് ഉണ്ട്. എനിക്കിപ്പോൾ 3 ഫ്ലാഷുകൾ ഉപയോഗിക്കണം. ഞാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് നോക്കാം. കാരണം ഗോഡക്സിൻ്റെ ട്രിഗറിൽ നമുക്ക് ഗോഡക്സ് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഗോഡക്സിൻ്റെ ഈ X2T എന്ന ട്രിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ മുകളിൽ ബിൽറ്റിനായിട്ട് ഒരു ഹോട്ട് ഷൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാമറ, ഇപ്പം എൻ്റെ ക്യാമറയാണ് കാനൺ 5D Mark III, അതിലേക്ക് ഞാൻ ഈ ട്രിഗർ കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഹോട്ട് ഷൂ എനിക്ക് കിട്ടും. ഞാൻ ആ ഹോട്ട് ഷൂയിലേക്ക് എൻ്റെ കാനൺ 430EX2 എന്നുള്ള ഒരു ഫ്ലാഷ് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നേരിട്ട് ക്യാമറയുടെ ഹോട്ട് ഷൂയിലേക്ക് മൗണ്ട് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ 430EX2 കിട്ടുക. പക്ഷേ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ ട്രിഗറിൻ്റെ കൺട്രോളുകൾ ഇതിനുമായിട്ട് വർക്ക് ചെയ്യും എന്നേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ മുകളിലുള്ള ഈ X2Tയുടെ മുകളിലുള്ള ആ ഒരു ഹോട്ട് ഷൂ ഡിഫോൾട്ടായിട്ട് ഗ്രൂപ്പ് എയുമായിട്ടാണ് കണക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രൂപ്പ് എയുടെ സെറ്റിങ്സ്, അതിൻ്റെ പവർ കുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൗണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലാഷ് ഏത് തന്നെയായാലും അതിൻ്റെ പവർ കുറയും. ഇനി പവർ കൂട്ടിയാൽ പവർ കൂടുകയും ചെയ്യും. അത് ആ ഒരു ഗ്രൂപ്പുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എക്സ്റ്റേണൽ, നിങ്ങളിപ്പോൾ ഗോഡക്സിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കും. വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് കാനണിൻ്റെ ഫ്ലാഷ് ഉപയോഗിക്കാൻ പറ്റില്ല, മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വയർലെസ് ഫ്ലാഷ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കാനൺ 685 എന്നുള്ള ഫ്ലാഷാണുള്ളത്. കാനൺ അല്ല, ഗോഡക്സിൻ്റെ TT685 എന്നുള്ള ഫ്ലാഷാണുള്ളത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ബിയിലേക്ക് ഈ 685 എന്ന ഫ്ലാഷുകൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ബിയുടെ സെറ്റിങ്സ്, എനിക്കിപ്പോൾ സൈഡ് ലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിൽ ലൈറ്റിൻ്റെ പവർ കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ബിയുടെ പവർ കുറച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണലി വയർലെസ്സായി കണക്ട് ചെയ്തിട്ടുള്ള ഗോഡക്സിൻ്റെ ഫ്ലാഷുകളുടെ പവർ കുറയും. ഗ്രൂപ്പ് എയുടെ പവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രിഗറിൽ കണക്ട് ചെയ്തിട്ടുള്ള, അതിൽ മൗണ്ട് ചെയ്തിട്ടുള്ള കാനൺ ഫ്ലാഷിൻ്റെ പവർ കൂടുകയും കുറയുകയും ചെയ്യും. ഇനി ഇതിനകത്ത് വരുന്ന ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്റ്റേണൽ ഈ ഗോഡക്സിൻ്റെ ഫ്ലാഷുകൾ എക്സ്റ്റേണലി വയർലെസ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ഗ്രൂപ്പ് എയിലേക്ക് തന്നെ കണക്ട് ചെയ്തു പോയാൽ ഫ്ലാഷ് അടിയുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഫോട്ടോയിൽ പ്രത്യേകിച്ച് ലൈറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ ഡാർക്ക് ആയിരിക്കും. അങ്ങനെ ഒരു എറർ അതിനകത്ത് വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം തേടിയപ്പോഴാണ് ഞാൻ ഇത് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലാഷുകൾ 10 ഉണ്ടെങ്കിൽ 10, 5 എത്ര എണ്ണം ആയാലും നിങ്ങളത് ഗ്രൂപ്പ് ബിയും സിയും അല്ലെങ്കിൽ 2, 3, 4 ഉള്ള ഗ്രൂപ്പുകളിലേക്ക് മാറ്റി കണക്ട് ചെയ്യുക. ഡിഫോൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ട് ഷൂ മൗണ്ട് എന്നുള്ളത് ഗ്രൂപ്പ് എ ആയി കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. കാനൺ ഫ്ലാഷിൻ്റെ പവർ കൂട്ടാനും കുറക്കാനൊക്കെ ഈ ഗ്രൂപ്പ് എയുടെ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ, ഈ ട്രിഗറിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കാനൺ ഫ്ലാഷിൻ്റെ പവർ കൂടുന്നതും കുറയും ചെയ്യുന്നതും കാണാം. പക്ഷേ ഇവിടെ നമുക്ക് ആകെയുള്ള ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ കാനൺ ഫ്ലാഷ് ഈ മൗണ്ട് ചെയ്തിട്ടല്ലാതെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ റിസീവറുകൾ വാങ്ങിക്കേണ്ടി വരും. അല്ലാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. കാനൺ നിങ്ങളുടെ ട്രിഗറിൻ്റെ മുകളിൽ ഹോട്ട് ഷൂവിൽ മൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണ വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്യാച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും ഈ ക്യാമറയുടെ മുകളിൽ ഒരു ചെറിയ പവറിൽ ഇതേപോലെ ഫ്ലാഷുകൾ മൗണ്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വളരെ നന്നായിട്ട് ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു വലിയ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3, 4 ഫ്ലാഷുകൾ വെച്ചിട്ട് എൻ്റയർ ഏരിയ ഇല്ലുമിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കാനൺ ഫ്ലാഷ് അല്ലെങ്കിൽ നിങ്ങളുടെ നിക്കോണിൻ്റെ ഫ്ലാഷ് നിങ്ങളുടെ ട്രിഗറിൽ മൗണ്ട് ചെയ്യുക. അഡീഷണലായിട്ട് വരുന്ന ഗോഡക്സിൻ്റെ ഫ്ലാഷുകൾ ഈ ട്രിഗറുമായിട്ട് വയർലെസ്സായി കണക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ബിയിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാ ഫ്ലാഷിൻ്റെയും പവറുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ഇത് ഇപ്പോൾ ഫ്ലാഷ് കയ്യിലില്ലാത്ത ഒരാൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഫ്ലാഷ് കയ്യിലുണ്ടെങ്കിൽ, ഒരുപാട് കമ്പനികളുടെ ഫ്ലാഷുകൾ, TTL ഫ്ലാഷുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മൗണ്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ പങ്കെടുക്കാം. ഇത് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. ഞാൻ റഷീദ് തായലാർ.